മിഥുനും നവീനും ഒന്നാണോ അല്ലെങ്കിൽ മിഥുനും നവീനും രണ്ടാളാണോ? ജീവനിക്കൂടിയുള്ളവർക്ക് നമ്മൾ ചിന്തിക്കുമോ? ബാലികയുടെയും റാണിയുടെയും മകളെ തട്ടിക്കൊണ്ടുപോകാനോ എന്തെങ്കിലും ഇച്ചിപ്പൂയൊരു വാക്ക് പറയാൻ ശങ്കരി ഉണ്ടാവില്ല. ആരാ ശരിക്കും മിഥുനാണോ നവീനാണോ? ഇപ്പൊ ഞാൻ മിഥുനാണ്. അപ്പൊ ഏതൊക്കെ സമയത്ത് നവീനാവും? അപ്പൊ അവനൊന്നും അറിയില്ല, സ്ക്രിപ്റ്റ് കിട്ടുമ്പോഴാണ് സംവേ ഹൈഡിങ്, എവിടെ ഒളിച്ചിരുന്ന് കാര്യങ്ങൾ നീക്കുന്നതാണ് നവീൻ. സോറി, മിഥുൻ. അവനെ മാറിപ്പോയി. അതാണ് എല്ലാം കൺഫ്യൂഷൻ ആണ്. ഇതെല്ലാം ക്ലിയർ ആവും ഒരു പോയിന്റ് എല്ലാം ക്ലിയർ ആവും. എനിക്ക് ഈ സീരിയൽ തന്നെ എനിക്ക് കിട്ടിയ ഒരു ഭയങ്കര പ്ലസ് ആണ്. വിശേഷം ഇങ്ങനെ ഒരു ഫസ്റ്റ് സാധനം വരുന്നതിലേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞപ്പോഴും ഇനി എന്താണെന്ന് ഐഡിയ ഉണ്ടായിരുന്നില്ല. ഈ സീരിയലിന് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ലൈക്ക് ഞാനും ഈ ഡബിൾ റോൾ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ സീരിയൽ. ഫസ്റ്റ് എനിക്ക് കൺഫ്യൂഷൻസ് ആയിരുന്നു. ഫസ്റ്റ് എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ എന്റെ ഇൻപുട്ട് എന്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ. പറഞ്ഞ പോലെ മൊത്തം ട്വിസ്റ്റ് ടേൺസ് ഒക്കെ വരാൻ പോകുന്നുള്ളൂ. അതില് മേജർ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ആളാണ്. രഞ്ജിനാണോ എല്ലാരും 3 പേർക്ക് ഇവിടെ എല്ലാവരും കൺഫ്യൂഷനാണ്. ഗൗരീശങ്കരത്തിൽ എഞ്ചിൻ ആരാണെന്ന് പറയുന്നത് രഞ്ജിനാണ്. എഞ്ചിൻ ശാസ്ത്രക്കാരന് വഴിയില്ലാതെ നിൽക്കുന്നവരുടെ ഇടയ്ക്ക് കോമഡി മൊത്തം സംഘർഷിക്കാൻ. അല്ല, ശാസ്ത്രസാധനം എന്ത് തോന്നുന്നു? ഇത് മിഥുനാണോ നവീനാണോ ഇപ്പൊ വന്ന് നിൽക്കുന്നത്? ഇപ്പം വന്നിരിക്കുന്നത് സ്ക്രിപ്റ്റ് നോക്കിട്ട് പറയാം. അങ്ങനെയല്ലേ പറയാൻ പറ്റും. ലുക്സ് രണ്ടും ഒന്നിച്ച് ഷൂട്ട് ചെയ്യായിരുന്നില്ലേ? ഒരേ ടൈമില് ഞങ്ങള് ഒരു ഹാഫില് ബാലിക റാണിയാവും, അടുത്ത ഹാഫില് ഞങ്ങള് നന്ദിനി മാം പ്രൊഫസറാവും. അപ്പൊ അത് ഭയങ്കര, അതുകൊണ്ട് ഓഗസ്റ്റ് വരെ ഒരേ സമയത്ത് നമ്മള് 6:30 9:30 ഏഷ്യാനെറ്റിലെ ടെലികാസ്റ്റ് ചെയ്യും. അപ്പൊ അതൊക്കെ വെരി വെരി റേറസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു ആൾക്കാർക്ക്. അതെല്ലാം ഗ്രാറ്റിറ്റ്യൂഡിൽ അല്ലാണ്ട് ഓർമ്മിക്കാനേ പറ്റില്ല. അപ്പൊ താങ്ക് യു വെരി മച്ച്. കാരണം എല്ലാം ബിക്കോസ് ഓഫ് പ്രശംസ ഏഷ്യാനെറ്റ്.